ഞാൻ തിരികെ എത്താം. കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദും നമുക്കൊപ്പം. നിജേഷ്, പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഏറെ നല്ലത്, ഉറ്റുനോക്കാനുള്ള കാര്യമാണ്. അതാണ് ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത്. വ്യവസായ സൗഹാർദ്ദമാകണം ഒരു സംസ്ഥാനം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് ആ പിന്തുണയ്ക്കപ്പുറത്തേക്ക് ഇതുവരെയുള്ള സർക്കാരിന്റെ അവകാശവാദങ്ങൾ എതിർത്തുകൊണ്ടുള്ള ആ നയത്തിൽ നിന്നുള്ള പിന്മാറ്റമുണ്ടോ? ആ നയം അംഗീകരിക്കൽ കൂടിയുണ്ടോ? ശ്രീ പ്രകാശ് മാസ്റ്റർക്ക് ഇന്നു മുതൽ അങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ മാറും എന്ന് പറയുന്നതായിരുന്നു കൂടുതൽ നല്ലത്. ഇന്നു മുതൽ കേരളത്തിൽ ഈ മീറ്റോട് കൂടി ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് ഞങ്ങൾ സർവാത്മന പിന്തുണ തരുന്നു. ശ്രീ പ്രകാശ് മാഷ് പറഞ്ഞ മറ്റ് കണക്കുകളെ സ്വീകരിക്കാൻ നിർഭാഗ്യവശാൽ നിർവാഹമില്ല. അദ്ദേഹം PS ആയിരുന്ന കാലത്താണെങ്കിലും ശരി, അതിനുശേഷമാണെങ്കിലും ശരി, കണക്കുകൾ കൊണ്ടുള്ള കളി കൊണ്ട് ഇവിടെ വ്യവസായം ഉണ്ടാകില്ല എന്ന് ലളിതമായി പറയുകയാണ്. ഇപ്പൊ കഴിഞ്ഞ മാസമാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ശ്രീ P രാജീവിന്റെ ഒരു അഭിമുഖം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 44,000 കോടി രൂപയുടെ പദ്ധതികൾ വന്നു എന്നാണ്. മറ്റൊരു വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിക്കകത്ത് ഒരു ഗോവിന്ദൻ നമ്പൂതിരിക്ക് കിട്ടിയ മറുപടിയിൽ പറയുന്നത് കേരളത്തിൽ ആകെ 5 പദ്ധതികളാണ് കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ 100 കോടി രൂപയിൽ വന്നത് എന്നാണ്. രാജീവിന്റെ ലേഖനത്തിൽ പറയുന്നത് 600 ചില്ലാനം പദ്ധതികൾ 1 കോടി രൂപയുടെ മുകളിലും 103 പദ്ധതികൾ 100 കോടി രൂപയുടെ മുകളിലും കേരളത്തിൽ മുതൽ മുടക്കി എന്നാണ്. ഇതേ സർക്കാർ തന്നെ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കുന്ന മറുപടിയിൽ പറയുന്നു തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പദ്ധതിയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നിരിക്കുന്നത്, 7,526 കോടി. അതാണ് ഒന്നാമത്തെ പദ്ധതി. തിരുവനന്തപുരത്തിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 600 കോടി, തൃശ്ശൂരിലെ ഒരു ഹോട്ടൽ 600 കോടി, മറ്റൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 1,200 കോടി, പിന്നെ കോഴിക്കോട്ടെ ലുലു മാൾ 250 കോടി. ഇതാണ് സർക്കാർ തന്ന കണക്ക്. അപ്പൊ ബാക്കി 100 കോടി രൂപയ്ക്ക് മുകളിൽ വന്ന പദ്ധതികൾ എവിടെ എന്ന് തെളിയിക്കേണ്ട ബാധ്യത ശ്രീ P രാജീവിനുണ്ട്, അല്ലെങ്കിൽ ശ്രീ പ്രകാശ് മാഷ്കുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണൂർ ജില്ലയിൽ 100 കോടി രൂപയുടെ മുകളിൽ വന്ന 100 കോടി രൂപയുടെ മുകളിൽ പദ്ധതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 1,000-ഓ 10,000-ഓ ആളുകൾ തൊഴിൽ കിട്ടണമല്ലോ. അതെവിടെ കിട്ടി? കേരളത്തിന്റെ വരുമാനത്തിനകത്ത് അതെവിടെ വർദ്ധിച്ചു? 3,84,000 MSME വന്നു എന്ന് കണക്ക് പറയുന്ന സമയത്ത് അതിന്റെ വരുമാനം എവിടേക്ക് പോയി? തുടങ്ങിയ സ്വാഭാവിക ചോദ്യങ്ങൾക്ക് CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുപടി പറയണം. ശ്രീ ശശി തരൂരിന്റെ ലേഖനത്തിൽ അദ്ദേഹം നോക്കിയ കണക്ക് വെച്ചുകൊണ്ട് ആ കണക്കാണ് ലോകത്തെ ഏറ്റവും വലിയ ശരി എന്ന് പറയുമ്പോൾ അദ്ദേഹം വിശ്വസിച്ചത് കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത വിവിധ ഏജൻസികൾക്ക് കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത കണക്കുകളായിരുന്നു. ആ കണക്ക് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് കേരളത്തിലെ വ്യാവസായിക നയത്തിൽ സാറ് പറഞ്ഞതുപോലെ 1/2 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് മാറ്റമുണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോഴും നിലവിൽ അത് ഉണ്ടായിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നഷ്ടമുള്ള കമ്പനികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൂട്ടിക്കിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചർച്ച ചെയ്യാൻ, മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ല. കണ്ണൂരും കോഴിക്കോട്ടുമൊക്കെ പൂട്ടിക്കിടക്കുന്നത് പൂട്ടി തന്നെയാണ് കിടക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയല്ല. ഇത് മാറ്റം വരുത്താൻ എന്ത് നയവ്യത്യാസമാണ് ഉണ്ടായത്? പിന്നെ നേരത്തെ പറഞ്ഞ കണക്ടിവിറ്റി, ഒരു സംശയമില്ല. 2012 ശേഷം ഇന്ത്യ രാജ്യത്തെ റോഡുകളുടെ നിർമ്മാണത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. അതൊരു നയത്തിന്റെ ഭാഗമാണ്, അല്ലാതെ 40 കൊല്ലമായി കിടക്കാത്തത് ഞങ്ങൾ എടുത്തു എന്നല്ല. 2012 മുമ്പ് ഒരു റോഡിന് സ്ഥലം ചോദിച്ചാൽ ജനം തരില്ല. കാരണം സർക്കാർ അതിനാവശ്യമായ തുക കൊടുക്കില്ല. പണ്ട് എവിടെയോ എഴുതി വെച്ച കണക്കിലെ പണം മാത്രമേ കൊടുക്കൂ. നമ്മൾക്ക് തന്നെ മൂലംപള്ളി പദ്ധതിയിൽ കുഴിയിടിക്കപ്പെട്ട 250-ലധികം ആളുകൾ ഇന്നും എറണാകുളത്ത് വഴിയാധാരമാണ്. കാരണം എന്താണ്? അന്നത്തെ നഷ്ടപരിഹാരം വളരെ തുച്ഛമായിരുന്നു, തുച്ഛമായിരുന്നു. അവർ പുറത്തായി. സർക്കാരിന്റെ മൂലംപള്ളി പദ്ധതി കൊണ്ട് അവർ പുറത്തായി. അവർക്ക് റീഹാബിലിറ്റേഷൻ നടന്നില്ല. എന്നാൽ 2012 ശേഷം റീഹാബിലിറ്റേഷന്റെ നിയമം വന്നപ്പോൾ മാർക്കറ്റ് വിലയും അതിൽ കൂടുതലും കൊടുക്കാൻ തയ്യാറായപ്പോൾ കേരളത്തിലെ ആളുകൾ റോഡിന് സ്ഥലം കൊടുക്കാൻ തയ്യാറാണ്. കാരണം എന്താണ്? റോഡരികിൽ നിന്ന് പോയാലും മറ്റൊരു സ്ഥലത്ത് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ, പുനരധിവാസം നടത്താൻ ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. ആ നിയമത്തിനെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് പോലെ ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തത് എന്നല്ല, ഒരു നിയമം ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ആണത്. അത് അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ കണക്ക് പറയാൻ. P രാജീവിന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, ഞങ്ങൾക്കൊപ്പം സംസാരിക്കാൻ കേരളത്തിലെ വ്യവസായികൾ എല്ലാവരും ഉണ്ടാകും. അതാണ് ഏറ്റവും പുതിയ, അതായത് ആ ഒരു ആത്മവിശ്വാസം കൂടി കോൺഗ്രസ് മുഖവിലേക്ക് എടുക്കുന്നില്ലേ? അല്ല, അവർക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ വ്യവസായികൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉണ്ട് എങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ കേരളത്തിൽ അതിനാവശ്യമായ എന്ത് സാഹചര്യമാണ് ഒരുക്കിയത് എന്നുള്ളത് പറയണം. ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ചർച്ച ചെയ്ത ഒരു വിഷയം പാലക്കാട്ടെ എലപ്പുള്ളിയിലെ ഓയസിസ് കമ്പനിയാണ്. ഞാൻ ഉദാഹരണം, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. ആ ഓയസിസ് കമ്പനിക്ക് വേണ്ടി CPMന്റെ പ്രതികൾ ഇവിടെ വന്ന് വാദിക്കുമ്പോൾ അതേ ജില്ലയിൽ തന്നെ പൊതുമേഖലയിലുള്ള മലബാർ ബിവറേജസ് മലബാർ മദ്യ കമ്പനി പൂട്ടിക്കിടക്കുക, വെള്ളം കിട്ടാത്തതുകൊണ്ട്. നമ്മള് കിൻഫ്രയ്ക്ക് 1,97,000 രൂപ അടച്ച് വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി.
അവർക്ക് വെള്ളം കൊടുത്തിട്ടില്ല. ഇങ്ങനെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമുണ്ട് എങ്കിൽ, ഒഐസിസിന് വെള്ളം കൊടുക്കുന്നുണ്ട് എങ്കിൽ, നിലവിലുള്ള കമ്പനിക്ക്, പൊതുമേഖലാ കമ്പനിക്ക് ആ വെള്ളം കൊടുക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടോ? ഇതൊരു ചോദ്യമാണ്. പണം അടച്ചവന് വെള്ളം കൊടുക്കാൻ 3 മിനിറ്റ് കൊണ്ട് വരും, 3.5 കൊല്ലം കൊണ്ട് ലൈസൻസ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിനകത്ത് അത് സാധ്യമാക്കാൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ടോ? ഈ ഗവൺമെന്റ് ആർജവമുണ്ടോ എന്നാണ്. പിന്നെ വിഴിഞ്ഞ പദ്ധതിയുടെ കാര്യമൊന്നുമല്ല. 5000 കോടിയുടെ പകൽക്കൊള്ള എന്നൊക്കെ ആക്ഷേപിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ടിരുന്നു. പണ്ടാണെങ്കിൽ പ്രകാശ് മാഷെ പറഞ്ഞൊന്നും കണക്കിൽപ്പെട്ടില്ല. ഇപ്പം പറയുന്നത് ലൈവാണ്. എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കും. ശ്രീ പിണറായി വിജയനാണ് പറഞ്ഞത് 5000 കോടിയുടെ പകൽക്കൊള്ള. എറണാകുളത്തെ എയർപോർട്ട് വരുമ്പോൾ എന്റെ നെഞ്ചത്ത് കൂടിയ വിമാനം ഓടിക്കുക എന്ന് പറഞ്ഞത് എസ് ശർമ്മയാണ്. പിന്നെ ഗെയിൽ പൈപ്പ് ലൈനെ പറ്റി നിങ്ങൾ ഊറ്റം കൊള്ളുന്ന സമയത്ത് എന്റെ നാട്ടിൽ ജോർജൻ തോമസ് ഉണ്ടായിരുന്ന സമരത്തിന്, അവിടെ രാജീവ് ഉണ്ടായിരുന്ന സമരത്തിന്, അത് നിങ്ങൾ ഇപ്പൊ ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് CPM ഇന്നലെ ചെയ്ത ട്രാക്ടറിന്റെ കാലം മുതൽ, സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ, ഹരിത വിപ്ലവത്തിന്റെ കാലം മുതൽ, ട്രാക്ടറിന്റെ കാലം മുതൽ, കല്ലുവെട്ടി യന്ത്രത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ട് CPM എടുത്ത സമീപനം എന്തായിരുന്നത് പരിശോധിച്ച് ഞാനിത് വെച്ച് കുറ്റപ്പെടുത്താൻ ആക്ഷേപിക്കാൻ തയ്യാറില്ല. CPM-ന് നയമാറ്റമുണ്ടായി. ശ്രീ ശശി തരൂരിന്റെ ലേഖനത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഏത് വ്യവസായം വരുമ്പോഴും ചുവന്ന കൊടി സ്ഥാപിച്ചത് എടുത്തു മാറ്റിയെന്ന് ഗവൺമെന്റ് പ്രതിനിധികളും പറയുന്നതിന് ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലെ ഏത് വ്യവസായം പൂട്ടിക്കഴിഞ്ഞാലും അതിന്റെ ഒരു ചെറിയ ഉത്തരവാദിത്തം ഏത് കാലത്തും ഉണ്ടായിരുന്നത് ചില ചുവന്ന കൊടികൾക്കായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കൊടികൾ എടുത്തു മാറ്റാൻ CPM തയ്യാറായി കഴിഞ്ഞാൽ തന്നെ 80% പ്രശ്നം തീർന്നു. കേരളത്തിലെ വ്യവസായങ്ങളോട് നല്ല സമീപനം കാണിച്ചാൽ, CPM കാണിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് CPM തന്നെ തിരിച്ചറിയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ക്രിയാത്മകമായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇവിടെ വ്യവസായം വന്നാൽ അത് ഗവൺമെന്റിന്റെ വ്യവസായം എന്നല്ല ഞങ്ങൾ കാണുന്നത്. കേരളത്തിലെ ഒരു സാധാരണക്കാരന്, ഒരു പൗരന് തൊഴിൽ കിട്ടുന്ന, ഈ നാടിന്റെ വരുമാനം വർദ്ധിക്കുന്ന, ഈ നാടിന്റെ ആളുകളുടെ ജീവിത സൗകര്യം വർദ്ധിക്കുന്ന ഒന്നായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷെ വാചക കസർത്ത് മാത്രം പോരാ. നമുക്ക് അതിലേക്കൂടെ കടക്കാം. ഞാൻ എത്താം. നിജേഷ് അരവിന്ദ്, നയം മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അതിനെ വളരെ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനി അങ്ങോട്ട് അത് തന്നെ ആകുമോ എന്നുള്ളൊരു സംശയം മാത്രം ഉന്നയിക്കപ്പെടും. നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് BJP